കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ ഒരു അഡ്വെന്റ് ടോക്സിലെ 24-ാം ദിവസം ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റതൊന്നുമല്ല, അല്ല വചനം കൊണ്ടൊന്നല്ല, ഒരു ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ മാത്രം ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു കുടുംബം, എനിക്കറിയുന്നൊരു കുടുംബമാണ്. അവർ ഒരു എന്താ പറയുക, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സംഭവത്തിൽ ജീവിച്ചവരാണ്. ക്രിസ്തുവിൽ നിന്നും അകന്ന് ജീവിക്കുന്നു, ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും മാറി ജീവിക്കുന്ന ഒരു വ്യക്തികളാണ്. പക്ഷേ അവരുടെ എല്ലാം ജീവിതത്തിൽ എടുത്തു പറയാൻ നോക്കിയാൽ വിശുദ്ധ കുമ്പസാരം അവർക്ക് വലിയൊരു അനുഗ്രഹവും വലിയൊരു ശക്തിയായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. വളരെ ക്രിസ്മസിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ക്രിസ്മസിന് ഒരു ദിവസം മുമ്പ് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റേതൊന്നുമല്ല, നമ്മളെ രക്ഷിക്കുന്ന ദൈവം ഒരു വലിയ ദൈവമാണ്, സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ലോകത്തെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്, ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, ലോകത്തോടൊപ്പം നമുക്ക് വേണ്ടി ശിശുവായി ലോകത്തിൽ കടന്നു വന്ന ഒരു ദൈവമാണ്. വേണമെങ്കിൽ കർത്താവിന് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ രക്ഷിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ രക്ഷകൻ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം വസിക്കുകയും ഈ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും നമ്മളോടൊപ്പം ദൈവമായിരിക്കുകയാണെന്ന് ചെയ്തത്. പ്രിയമുള്ളവരെ, ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ളൊരു ദിവസം എല്ലാ വിശ്വാസികളോടും ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തണം. നല്ലൊരു കുമ്പസാരിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് ലഭിക്കാത്ത പോയ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം തമ്പുരാൻ തരാൻ പോവുകയാണ്. ഇത്ര നാൾ നമുക്കതൊന്നും ലഭിച്ചിട്ടില്ലായിരിക്കും. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ചില തടസ്സങ്ങളുണ്ട്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് മുമ്പാകെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് രക്ഷകനെ സ്വീകരിക്കാം. നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന അഹങ്കാരത്തെ അല്ല, നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന വാശിയെ അല്ല, നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഈ ലോകത്തെ പൈശാചികമായ ഒരു വസ്തുവിനെ അല്ല. നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് ഈശോയാണ്. എല്ലാത്തിനോടും സ്നേഹം, ലവ് ആൻഡ് ലവ് ഓൺലി ഗോഡ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമ്മൾ കൂടുതൽ വചനത്തിൽ അഭിഷേകം പ്രാപിക്കുക. വചനം വായിച്ചു ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക. കുമ്പസാരിച്ച് നമ്മൾ പാപത്തിൽ നിന്ന് മോചനം നേടുക. പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അഭിഷേകപ്പെടുത്തട്ടെ. ഈ ഒരു ക്രിസ്മസ് നമുക്ക് ഒരുപാട് അനുഗ്രഹത്തിനൊരു ക്രിസ്മസ് ആയി തീരട്ടെ. നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ തമ്പുരാൻ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.